ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് റെഡ് വെൽവെറ്റ് നട്ടി മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നട്ടി മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ ഈദിൻ്റെ ടൈമിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. മാത്രമല്ല അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തപ്പെട്ടിട്ടും കൂടുതൽ ടേസ്റ്റിലാണ് ഇന്നത്തെ ഈ കേക്ക് ഉണ്ടാക്കിയത്. പിന്നെ ഇതിൻ്റെ സ്പെഞ്ച് എന്ന് പറഞ്ഞത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും വളരെ സിമ്പിളായിട്ടും കൺഫ്യൂഷൻ ഇല്ലാതെയും ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ തയ്യാറാക്കാൻ പറ്റിയുള്ളൊരു സ്പെഞ്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റെഡ് വെൽവെറ്റിൻ്റെ സ്പെഞ്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നെക്സ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു മാറ്റി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണ് മൈദ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 ടീസ്പൂണ് കൊക്കോ പൗഡറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തരിച്ചു മാറ്റി വെക്കാം. 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ തരിച്ചു മാറ്റി വെക്കണം. പിന്നെ കൊക്കോ പൗഡർ എടുക്കുമ്പോൾ ലൈറ്റ് കളർ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. അതിന് വേണ്ടി 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എഗ് യോക്കിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി എഗ് വൈറ്റിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്യാം. അതിനുശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്റ്റിഫായി വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നല്ല സ്റ്റിഫായിട്ട് വരും. അപ്പോൾ അതാ അവിടെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എഗ് യോക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുമ്പം ലോ സ്പീഡിലിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നന്നായി ഒന്ന് മിക്സ് ആയതിന് ശേഷം ബീറ്ററൊക്കെ ഒന്ന് ഓഫാക്കി വെക്കാം. ഇനി നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് കളർ എത്രത്തോളമാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറേശ്ശായിട്ട് ബട്ടർ മിൽക്കും ചേർത്ത് കൊടുത്തിട്ട് സാവധാനം ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടേസ്റ്റ് ഡിഫറൻറ്റ് വരാത്ത രീതിയിലുള്ള നല്ല ബ്രാൻഡ് ഫുഡ് കളർ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ബാറ്ററൊക്കെ ഇവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. സാധാരണ 4 എഗ്ഗ് വെച്ച് ചെയ്യുന്ന ഒരു കേക്ക് ബാറ്റർ 8 ഇഞ്ച് പാനിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇന്ന് കസ്റ്റമേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു 10 ഇഞ്ചിൻ്റെ കേക്ക് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 2 kg പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ഞാനിത് ഓവൺ ഇല്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലത്തെ ഒരു സോസ് പാന് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഞാൻ റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. കേക്ക് ബാറ്റർ ഇറക്കി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ ഒരു 20 മിനിറ്റ് കഴിയാതെ തുറന്നു നോക്കുകയേ ചെയ്യരുത്. അങ്ങനെ ഒരു 30 മിനിറ്റിന് ശേഷം കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല ക്ലീനാണ്. ഒട്ടും തന്നെ ഒട്ടി പിടിക്കുന്ന പ്രശ്നം അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് റിമൂവ് ചെയ്തെടുക്കാം. നമ്മൾ നല്ല ചൂടോടെ തന്നെ ചെയ്തെടുക്കും ചെയ്യും. എന്നാൽ ഒരുപാട് തണുത്തിട്ടും ചെയ്തെടുക്കരുത്. ചെറു ചൂടോടെ വേണം നമ്മൾ ഈ കേക്കിൻ്റെ സൈഡിൽ നിന്നൊക്കെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ ഇങ്ങനെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആക്കി എടുത്തുകൊണ്ട് തന്നെ കേക്ക് നല്ല സോഫ്റ്റാണ്. ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ റെഡ് വെൽവെറ്റ് കേക്ക് ഒട്ടും തന്നെ നമുക്ക് ഫ്ലോപ്പായി പോവില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിത് 2 ലെയർ കട്ട് ചെയ്തിട്ടാണ് ഐസിങ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. ആ സമയം കൊണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിൽക്ക് സിറപ്പാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടി 3/4 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാണ്. ഇനി ഈ ഒരു മിൽക്ക് സിറപ്പ് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. അങ്ങനെ കുറേ നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വീതിയിൽ തന്നെയാണ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗവും അതുപോലെ നടുഭാഗമൊക്കെ കുറച്ച് കേക്ക് ക്രംസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്കിൻ്റെ പീസസ് ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ദോശക്കല്ലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രെഡ് ക്രംസൊക്കെ തയ്യാറാക്കുന്നത് പോലെ ചെയ്തെടുക്കുകയാണ്. നെക്സ്റ്റ് ഞാനിവിടെ കുറച്ച് ബദാം, അതുപോലെ തന്നെ കാഷ്യൂ, പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഐസിങ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ ഞാൻ കേക്ക് ബോർഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മിൽക്ക് സിറപ്പ് കൊണ്ട് നന്നായിട്ട് കേക്ക് വെറ്റ് ചെയ്തെടുക്കുകയാണ്. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ബിഗിനേഴ്സിനും നല്ല ക്ലിയറിൽ നീറ്റിലും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊടിച്ച് വെച്ച കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഈ സെക്കൻഡ് ലെയറും നന്നായിട്ട് മിൽക്ക് സിറപ്പ് വെച്ചിട്ട് കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് എടുത്തതിന് ശേഷം ജസ്റ്റ് രണ്ടാമത്തെ കോട്ടിങ്ങും കൂടി ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കേക്കിൻ്റെ കംപ്ലീറ്റ് ഐസിങ്ങും ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ കേക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ട് കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് റെഡ് വെൽവെറ്റ് ക്രംസ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. സൈഡ്സിലായിട്ട് കുറച്ച് നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നട്ടി മിൽക്ക് കേക്ക് അല്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ സൈഡ്സിൽ കുറച്ച് നട്ട്സ് സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബൗൾ വെച്ച് ആ സൈഡ് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാൻ ജസ്റ്റ് ഒരു ബോർഡറും കൂടിയും വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതാ കേക്കിൻ്റെ കംപ്ലീറ്റ് പണികളും കഴിഞ്ഞിട്ടുണ്ട്. ബോർഡറിൻ്റെ നടുക്കായിട്ട് നമുക്ക് നെയിംസ് എഴുതി കൊടുക്കാം. അപ്പം നമ്മുടെ റെഡ് വെൽവെറ്റ് നട്ടി മിൽക്ക് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കേക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക.